നമസ്തേ. പൂയം നക്ഷത്രം. പൂയം നക്ഷത്രം എന്ന് പറയുന്നത് കർക്കിടക രാശിയുടെ വൃക്ഷസദ്യയാണ്. പൂയം പുണർദം അവസാനം പൂയം ആയില്യം വൃക്ഷസദ്യ എന്നാണ് പറയുന്നത്. തീരാണ് അവിടെ. പൂയം നക്ഷത്രത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ വ്യാഴം 12-ലാണ്. ഇപ്പോൾ അവർക്ക് വ്യാഴം 12-ലാണ്. അനാവശ്യ ചിലവുകൾ, ദൈവികമായാലും എന്തായാലും ചിലവുകൾ ധാരാളം വരുന്ന സന്ദർഭമാണ് ഈ പൂയം നക്ഷത്രത്തിന്. നമുക്ക് സംസാരം കൊണ്ട് ശത്രുക്കളെ ഉണ്ടാവുകയും ശത്രുക്കളെ ക്ഷണിച്ചു വരുത്തുന്നൊരു സ്വഭാവ രീതിയാണ് ഈ മാസം കാണുന്നത്. 2 രാജ്യത്തിനുണ്ട്. അപ്പോൾ അത് എത്രയും സംയമനം പാലിക്കുകയും നമഃശിവായ നാരായണ മന്ത്രങ്ങൾ ജപിക്കുകയും അല്ലെങ്കിൽ രാമ 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 എന്ന് ജപിക്കുകയും ചെയ്യാം. രാമ എന്ന് പറയുമ്പോൾ നാരായണരായും നമഃശിവായാലും വായിക്കുന്ന രാമ താരക മന്ത്രമാണത്. ഈ മന്ത്രം ജപിച്ച് നമുക്ക് നേടാൻ പറ്റാത്ത ഒന്നുമില്ല. ഈ നാമം ജപിച്ച് ക്ഷമ വളരെയധികം ക്ഷമ വച്ചു കൊടുത്തിരുന്നൊരു സന്ദർഭമാണ് കന്നിമാസം. കന്നിമാസം എന്ന് പറയുമ്പോൾ 3-ലാണ് ആദ്യത്തെ. വലിയ പ്രശ്നമില്ല, അങ്ങനെ പൊക്കോളും. വ്യാഴം 12-ലാണ്. ചിലവുകൾ വരെങ്കിലും നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകും. തുലാമാസം എന്ന് പറയുമ്പോൾ 4-ലാണ് ആദ്യത്തെ. കുടുംബപരമായിട്ട് കലഹം, മാതാപിതാക്കളായിട്ട് കലഹം, മാതാവായിട്ട് കലഹം, ഇതൊക്കെ ഉണ്ടാകുന്ന സന്ദർഭമാണ്. മഹാദേവന് ധാര, പിൻമുടക്ക്, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി എന്നിവ ചെയ്താൽ ഈ ദോഷങ്ങൾക്ക് പരിഹാരമാവും. അതോടൊപ്പം തന്നെ കൃഷ്ണന് വിഷ്ണുപ്രീതിയും വേണം. കാരണം വ്യാഴം 12-ലാണ് ഓർമ്മ വേണം. അടുത്താണ് വൃശ്ചിക രാശി. ഈ തുലാമാസം പകുതി വരും. തുലാമാസം ആദ്യത്തെ ആഴ്ച തുടങ്ങി വ്യാഴത്തിന് വക്രതയുണ്ട്. അത് ഈ പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെ നല്ലതാണ്. കാരണം 2-ലേക്കാണ് പിറകോട്ട വക്രം എന്ന് പറയുമ്പോൾ. പക്ഷേ ഇത് വ്യാഴം കർക്കിടകത്തിലേക്കാണ് വരുന്നത്. കർക്കിടകത്തിൽ വ്യാഴം ഉച്ച വ്യാഴമാണെങ്കിലും 12-ൽ വ്യാഴത്തേക്കാളും കുറച്ച് മെച്ചമുണ്ട് പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ. വൃശ്ചികൻ രാശി എന്ന് പറഞ്ഞാൽ 5-ലാണ് ആദിത്യം വരുന്നത്. 5-ൽ ആദിത്യം വന്നാൽ പുത്രന്മാരെ കൊണ്ടും മക്കളെ കൊണ്ടും മനസ്സമാധാനക്കുറവുണ്ടാവും. ശിവക്ഷേത്രത്തിൽ ധാര, പിൻവിളക്ക്, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, അതോടൊപ്പം ഭദ്രകാളി ക്ഷേത്രത്തിൽ ഗുരുതി നടത്തുക. പക്കപ്പിറന്നാളിന് ഗുരുതി നടത്തുക. ഇതൊക്കെ ചെയ്താൽ ആ ദോഷങ്ങൾക്ക് പരിഹാരമുണ്ട്. അടുത്തതായിട്ട് വരുന്നതാണ് ധനുരാശി. ധനുരാശിയെ സംബന്ധിച്ച് പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ച് 6-ലാണ് ആദ്യത്തിൽ നിൽക്കുന്നത്. വലിയ കുഴപ്പമില്ല, പ്രശ്നമൊന്നുമില്ല. ഇനി മകരമാസത്തിൽ മകരത്തിൽ ആദിത്യം വരുമ്പോൾ 7-ാം ഭാവത്തോടെ കലഹങ്ങൾ, കുടുംബകലഹങ്ങൾ, പ്രശ്നങ്ങൾ, ഭാര്യാഭർത്തൃത്വങ്ങൾ ഇതെല്ലാം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പരിഹാരമായിട്ട് മഹാദേവ ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച തോറും ഐക്യപതി പുഷ്പാഞ്ജലി കഴിക്കാം. ശിവക്ഷേത്രത്തിൽ ധാരാ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും പിൻവിളക്ക് ഇവയെല്ലാം ചെയ്യേണ്ടതാവുന്നു. കുംഭൻ രാശി. പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ച് കുംഭം രാശി എന്ന് പറയുമ്പോൾ 8-ത്തിലാണ് ആദിത്യം. മനപ്രയാസമുണ്ടാകുമെങ്കിൽ കാലുവേദനയൊക്കെ ഉണ്ടാകും സാധ്യത. ശിവക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുക. ശിവനെ മഹാദേവനെ ഉപാസിക്കുക. മീനൻ രാശി എന്ന് പറയുമ്പോൾ 9-ലാണ് ആദിത്യം വരുന്നത്. പിതാവായിട്ട് കലഹവും പിതാവായിട്ട് ബുദ്ധിമുട്ടുകളോ പിതാവായിട്ട് തർക്കങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മകൻ്റെയും അല്ലെങ്കിൽ മകളുടെയും പിതാവിൻ്റെയും പേരിൽ വെള്ളിയാഴ്ച ഒരു ഐക്യവത്തി പുഷ്പാഞ്ജലി കഴിച്ചാൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. അടുത്തതായിട്ട് വരുന്നതാണ് മേടൻ രാശി എന്ന് പറഞ്ഞാൽ ആദ്യത്തിന് ഉച്ചമായ സ്ഥലമാണ്. പൂയം നക്ഷത്രക്കാർക്ക് സർക്കാർ ജോലി കിട്ടാനും സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കാനും വളരെ നല്ല സമയമാണ് മേടൻ രാശി. ഇടവൻ രാശി 11-ലാണ് ആദിത്യൻ. അത് ഇവർക്ക് വളരെയധികം അനുയോജ്യമാണ്, നല്ലൊരു സമയമാണ് പൂയം നക്ഷത്രത്തെ സംബന്ധിച്ച്. മിഥുനത്തിൽ ആദിത്യം വരുമ്പോൾ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടാവും. ശിവക്ഷേത്രം ധാര, പിൻവിളക്ക്, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി എല്ലാം കഴിപ്പിക്കുക. അടുത്തതായിട്ട് വരുന്നതാണ് കർക്കിടകം എന്ന് പറയുമ്പോൾ പൂയം നിൽക്കുന്ന രാശി തന്നെയാണ്. തലവേദന പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വ്യാഴം അനുകൂലമല്ല. ഇപ്പോൾ വ്യാഴം അനുകൂലമല്ല. ആദിത്യന് ഓരോ രാശിയിടുമ്പോൾ നല്ല ഫലമാണ് പറഞ്ഞത്. സർപ്പം നാഗം 8-ത്തിലാണ്. 8-ത്തിൽ നാഗം വന്നു കഴിഞ്ഞാൽ കാലുവേദന, ബുദ്ധിമുട്ടുകൾ എല്ലാം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആശുപത്രി ചെലവ് ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട്. പൂയം നക്ഷത്രക്കാരുടെ വ്യാഴം 12-ലായതുകൊണ്ട് അത് ദൈവാധീനമായാലും എന്തായാലും ദുർച്ചെലവുകൾ വരാൻ സാധ്യതയുണ്ട്. ഇതിനൊക്കെ പരിഹാരമായിട്ട് മഹാദേവനെയും വിഷ്ണുവിനെയും നാഗത്തെയും പ്രത്യേകമായി പ്രാർത്ഥിക്കുക. ഈ ദോഷങ്ങൾക്ക് പരിഹാരമാണ്. പൂയം നക്ഷത്രക്കാർ ജന്മനക്ഷത്രം പോലും ശിവക്ഷേത്രത്തിൽ ധാരാ, പിൻവിളക്ക്, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിപ്പിക്കുകയും 3 മാസം കൂടുമ്പോൾ ശിവരെ തേൻധാര നടത്തുകയും ചെയ്താൽ ഇവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ സമാധാനമുണ്ടാവും. പൂയം നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. പൂയം നക്ഷത്രക്കാർ വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോയാൽ അവർക്ക് പ്രശ്നങ്ങൾക്ക് പരിഹാരമായിരിക്കും. ഇതാണ് പൂയത്തെ പറ്റിയുള്ള കാര്യങ്ങൾ. പൂയം നക്ഷത്രക്കാർക്ക് പ്രധാനമായിട്ട് പോകേണ്ടത്
മുരുകൻ ക്ഷേത്രങ്ങളാണ് പോകുന്നത്. പഴനി മുരുകൻ, ഏതെങ്കിലും മുരുകക്ഷേത്രത്തിൽ പോവുക. മുരുകക്ഷേത്രത്തിൽ പോയി ആദ്യത്തെ 1-ാം തീയതി, മലയാളം 1-ാം തീയതി കഴിഞ്ഞിട്ട് വരുന്ന ആദ്യത്തെ ഞായറാഴ്ച മുരുകക്ഷേത്രത്തിൽ കുമാരസൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിച്ചാൽ സമ്പത്ത് ധാരാളമായിട്ടുണ്ടാവും. മുരുകനെ പ്രാർത്ഥിക്കുക. മുരുകക്ഷേത്രങ്ങളാണ് പോകുന്നത്. മുരുകക്ഷേത്രത്തിൽ വഴിപാട് കഴിക്കുക, മുരുകനെ പ്രാർത്ഥിക്കുക. ഇതൊക്കെ ചെയ്താൽ പൂയത്തിന് പിന്നെ ഇതൊക്കെ ഉണ്ട്. അതിപ്പോൾ നമ്മൾ ജനിക്കുന്ന ദിവസങ്ങളനുസരിച്ചാണ് വരുന്നത്. തൻകാല്, പിൻകാല്, തൻകാല്, മാതാവ്, മാതുര, ഇതൊക്കെ അത് ഓരോ സമയം അനുസരിച്ചാണ് വരുന്നത്. പൂയ നക്ഷത്രക്കാർ വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോയാൽ അവരുടെ വളരെയധികം ഭാവിയും വളരെ ശോഭനമായുള്ള നക്ഷത്രക്കാണ് പൂയ നക്ഷത്രം. സുബ്രഹ്മണ്യ പ്രീതിയുള്ളവർക്കാണ് പൂയ നക്ഷത്രത്തിൽ ജനിക്കാൻ കഴിയുന്നതെന്നാണ് എൻ്റെ അറിവുള്ളത്. ഇതാണ് എനിക്ക് ഈ പൂയ നക്ഷത്രത്തെ പറ്റി പറയാനുള്ളത്.